ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നതിലെ 9ാമത്തെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 cm കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ് ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 12 ആംപിയർ. The coil is suspended vertically and normal to the plane of the coil. Make an angle of 30 degree with the direction of a uniform horizontal magnetic field 0.80 Tesla. What is the torque experienced by the coil? ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതാണ്: കറണ്ട് കടന്നു പോകുന്ന ഒരു സ്ക്വയർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ടോർക്ക് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ടോ ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് എന്താണ്? ആ സ്ക്വയറിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് 10 cm എന്ന്. അതായത് എ ആണ് തന്നിരിക്കുന്നത്. സ്മോളർ ട്രെയിൻ കൊടുത്തു 10 cm. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10 × 10⁻² മീറ്ററിന് കിട്ടി. ഇനി നമുക്കറിയാം ഇതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷനകത്ത് വരുന്നത് സൈഡല്ല, പകരം ഏരിയ ആണ്. സോ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും? 10 സ്ക്വയർ വരും. എ സ്ക്വയർ വരും. സ്ക്വയർ ആകുമ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആണ്. ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ഏരിയ എ ഈസ് ഈക്വൽ ടു 10 × 10⁻² ദ ഹോൾ സ്ക്വയർ എന്നെഴുതി. അത്ര എഴുതി നിർത്തുക അപ്പോൾ തൽക്കാലം. ഇനി അടുത്തത് പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ടാണ് തന്നിരിക്കുന്നത് 12 ആംപിയർ. സോ ഐ തന്നിട്ടുണ്ട് 12 ആംപിയർ. ദ കോയിൽ ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ദി കോയിൽ. മേക്ക് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ ഡയറക്ഷൻ ഓഫ് എ യൂണിഫോം ഹൊറിസോണ്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ആ കോയിലിൻ്റെ പ്ലെയിനിൽ നമ്മൾ നോർമൽ വരച്ച് ആ നോർമൽ ഉണ്ടാക്കിയെടുക്കുന്ന ആംഗിൾ 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു 0.80 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷനകത്തേക്ക് കൊടുക്കാം. ടോ ഈസ് ഈക്വൽ ടു NIAB സൈൻ തീറ്റ. ഇതാണ് ടോർക്കിനുള്ള ഇക്വേഷൻ. എൻ്റെ സ്ഥാനത്ത് നമ്പർ ഓഫ് ടേൺസ് കൊടുക്കുക. നമ്പർ ഓഫ് ടേൺസ് നമ്മൾ എഴുതിയില്ലല്ലോ. കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്നിൻ്റെ വാല്യൂ 20 വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിൻ്റെ സ്ഥാനത്ത് 20 ഇൻറ്റു കറണ്ടിൻ്റെ സ്ഥാനത്ത് 12 ഇൻറ്റു ഏരിയയുടെ സ്ഥാനത്ത് 10 × 10⁻² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് 0.80 ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തോരും? സൈൻ 30 വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 20 × 12 ഇൻറ്റു ഇതെന്ത് എഴുതാം? 100 × 10⁻⁴ ഇൻറ്റു 0.80 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഈ ട്യൂബും ഇതൂടെ കട്ട് ചെയ്ത് ഇവിടെ 6 എന്ന് കൊടുത്തു. അപ്പോൾ 20 × 6 ഇൻറ്റു 100 ഇൻറ്റു ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ 96 × 10⁻² എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു 0.96 എന്ന് കിട്ടി. അപ്പോൾ ടോർക്ക് 0.96 ആണ്. അത്ര എഴുതി നിർത്തിയാൽ പോരാ, ടോർക്കിൻ്റെ യൂണിറ്റും കൂടെ കൊടുക്കണം. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ.